അവൻ വൈഫിനോടൊപ്പം സന്തോഷമായി ഇരിക്കുന്ന കണ്ട ഗുണ്ടകൾ അവരുടെ ഫോട്ടോ എടുക്കുന്നു. ഡേയ്, മര്യാദയ്ക്ക് ആ ഫോട്ടോ ഡിലീറ്റ് ചെയ്യ് എന്ന് അവൻ സ്നേഹത്തോടെ ആവശ്യപ്പെടുന്നു. എന്നാൽ ആ ഗുണ്ടകൾ ഫോട്ടോ ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്യുന്നു. അവർക്ക് എങ്ങനെ നമ്മുടെ ഫോട്ടോ എടുക്കാൻ തോന്നി, നീ പോയി ചോദിക്കേ എന്ന് ഭാര്യ പറഞ്ഞതനുസരിച്ച് അവൻ വീണ്ടും പോയി ചോദിക്കുന്നു. എന്നാൽ ഗുണ്ടകൾ അവനെ അപമാനിച്ച് അവിടെ നിന്ന് പറഞ്ഞു വിടുന്നു. വിവാഹത്തിന് മുമ്പ് തന്റെ ഭർത്താവ് എത്ര വലിയ ഭീകരനായിരുന്നു എന്ന് അവൾക്ക് അറിയില്ലായിരുന്നു. അടുത്ത ദിവസം അവൻ കടയിലേക്ക് പോകുമ്പോൾ ആ നാട്ടിലെ തന്നെ വലിയൊരു ഗുണ്ട അവനെ കൊല്ലാനായി വരുന്നു. അവൻ ആ ഗുണ്ടയെ അടിച്ച് തെറിപ്പിക്കുന്നു. എന്റെ രഹസ്യങ്ങളെല്ലാം നാട്ടുകാർക്ക് മനസ്സിലായോ എന്ന് ഭയന്ന് കടയിൽ നിന്ന് പുറത്തേക്ക് വരുന്നു. ഇനി ഈ നാട്ടിൽ തുടരുന്നത് കുടുംബത്തിന് ആപത്താണെന്നും കുടുംബത്തെ സുരക്ഷിതമായി മറ്റെവിടെങ്കിലും കൊണ്ടുപോകണമെന്ന് അവൻ തീരുമാനിക്കുന്നു. വീടിനുള്ളിൽ വന്ന് ബോക്സ് തുറന്ന് അവൻ തോക്കെടുക്കുന്നു. അതോടൊപ്പം അവന്റെ പേരിലുള്ള പല രാജ്യങ്ങളിലെ പാസ്പോർട്ടും അവൻ എടുക്കുന്നു. നമ്മളൊരു വെക്കേഷൻ പ്ലാൻ ചെയ്തിട്ട് കുറെ നാളായി. ഇപ്പോൾ അതിനുള്ള ശരിയായ സമയമാണ്. നമുക്കൊരു ലോങ് ട്രിപ്പ് പോയിട്ട് വരാം എന്നവൻ വീട്ടുകാരോട് പറയുന്നു. തുടർന്ന് ഭാര്യയും മക്കളെയും കാറിൽ കയറ്റി അവൻ നാട് വിട്ടു പോകുന്നു. എന്നാൽ അവൻ എവിടെ പോയാലും ഗുണ്ടാ സംഘങ്ങൾ അവനെ പിന്തുടരുന്നുണ്ടായിരുന്നു. അവന്റെ ലൊക്കേഷൻ എങ്ങനെയാണ് അവർ കണ്ടുപിടിക്കുന്നു എന്ന് അവന് മനസ്സിലാകുന്നില്ല. ഒരു വർക്ക്ഷോപ്പിൽ കാർ ചെക്ക് ചെയ്യുമ്പോഴാണ് കാറിന്റെ അടിയിൽ ഒരു ചിപ്പ് ഇരിക്കുന്നത് അവൻ ശ്രദ്ധിക്കുന്നത്. ആ ട്രാക്കർ എടുത്ത് അവൻ വേറൊരു കാറിൽ ഫിറ്റ് ചെയ്ത് അവൻ അവിടെ നിന്ന് എസ്കേപ്പ് ആകുന്നു. എന്നാൽ വില്ലന്മാരെക്കാൾ വലിയ തലവേദനയായത് ഭാര്യയും മക്കളുമാണ്. അവർ പോകുന്ന സ്ഥലങ്ങളിലെല്ലാം ഫോട്ടോ എടുത്ത് ഇൻസ്റ്റാഗ്രാമിലും ഫേസ്ബുക്കിലും പോസ്റ്റ് ചെയ്തുകൊണ്ടേയിരുന്നു. ഇത് കണ്ട് ഗുണ്ടകൾ തങ്ങളെ പിടിക്കുമെന്ന് ഭയന്ന് അവൻ എല്ലാവരുടെ ഫോണുകൾ പിടിച്ചു വാങ്ങി പുറത്തേക്ക് എറിഞ്ഞു. ഇത് കണ്ട് ഭാര്യയ്ക്കും മക്കൾക്കും ദേഷ്യം വരുന്നു. ഫോൺ ഇല്ലാതെ പോയാലേ ഈ യാത്ര നല്ല എൻജോയ് ചെയ്യാൻ പറ്റുള്ളൂ എന്നാണ് അവൻ അവരോട് പറഞ്ഞത്. ഗുണ്ടാ സംഘത്തിന്റെ തലവൻ അവന്റെ വീട്ടിലെത്തുന്നു. അവൻ എവിടെ പോയാലും ട്രാക്ക് ചെയ്ത് പിടിക്കട എന്ന ആൾക്കാരോട് തലവൻ ആജ്ഞാപിക്കുന്നു.